യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ കർത്താവ് തരുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവശബ്ദം നമുക്ക് എങ്ങനെയൊക്കെ കേൾക്കാൻ കഴിയുമെന്നുള്ള വിഷയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ കൂടിയും ജീവിതാനുഭവങ്ങളിൽ കൂടിയും കർത്താവിൻ്റെ ആത്മാവ് പഠിപ്പിച്ച ചില അനുഭവങ്ങളും ചില വചന വെളിപ്പാടുകളും അനുഭവങ്ങളും നിങ്ങളുമായി പങ്കിടുവാൻ കർത്താവ് തരുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്നാമത്, ദൈവം നമ്മോട് സംസാരിക്കുന്നത് എഴുതപ്പെട്ട വചനത്തിൽ കൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട്, നമ്മുടെ സഭകളിൽ, സുവിശേഷ പ്രസംഗ വേദികളിൽ, ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ ദൈവദാസന്മാർ വചനമായിട്ട് നിൽക്കുമ്പോൾ ആ വചനത്തിൽ കൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുവാനായിരുന്നു. ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് ദൈവം സംസാരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രീതിയാണ് ദൈവിക സ്വപ്നങ്ങളിൽ കൂടെ ദൈവം സംസാരിക്കുന്നത്. ദൈവം സ്വപ്നങ്ങളിൽ കൂടെ ഇന്ന് നമ്മോട് സംസാരിക്കുന്നുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇതിന് ഏറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വചനചരിത്രത്തിലെ വ്യക്തികളിൽ കൂടെ മാത്രമല്ല, ഇന്നും ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന നമ്മിൽ ഓരോരുത്തരിൽ കൂടെയും കർത്താവിൻ്റെ ആത്മാവ് സ്വപ്നങ്ങളിൽ കൂടെ സംസാരിക്കുന്നുണ്ട്. എനിക്കുണ്ടായ ചില സ്വപ്നങ്ങൾ ഞാൻ മുമ്പ് നിങ്ങളോട് സംസാരിച്ചിരുന്നു. അത് മുമ്പുള്ള വീഡിയോകളിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നും മറ്റൊരു സ്വപ്നം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. 2018 എനിക്ക് സ്വപ്നം ഉണ്ടായത്. ഞാനും എൻ്റെ വൈഫ് ബിന്ദുവും മകൻ നോബിൾ ക്രിസ്റ്റി, ഞങ്ങൾ വലിയൊരു ആറിൻ്റെ ഇക്കരെ നിൽക്കുകയാണ്. ബിന്ദു ആ വലിയ നദി നീന്തി കയറി ആദ്യമേ അക്കരയ്ക്ക് കയറുന്നതായിട്ട് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കാണുകയാണ്. അത് 2023 നവംബർ മാസം 28 സംഭവിച്ചു. മാരകമായ ഒരു രോഗം ബാധിച്ചെങ്കിലും അതിനു മുമ്പിൽ പതറിപ്പോടാതെ വിശ്വാസത്തിൽ മകള് ഉറച്ചു നിൽക്കുവാനായി തീർന്നു. എൻ്റെ നിർബന്ധം കൊണ്ട് ട്രിവാൻഡ്രത്തുള്ള ഹോസ്പിറ്റലിൽ പോയെങ്കിൽ തന്നെയും അവിടെ വെച്ചൊരു തീരുമാനം എടുത്തു. കർത്താവ് എന്നെ സൗഖ്യമാക്കുന്നെങ്കിൽ അത് മതി എന്നുള്ളൊരു വലിയൊരു തീരുമാനം. കാരണം ഒരു സൗഖ്യത്തിൽ കൂടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവിനെ എൻ്റെ വൈഫ് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെ നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ കാത്തു കിടക്കുകയായിരുന്നു. 4 മാസത്തോളം ബെഡ് റെസ്റ്റ് ആയിരുന്നു. ആ ബെഡ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒരു ദിവസം തൻ്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു: മരണ നിഴലിൻ താഴ്വരയിലായിരുന്നാലും മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. ദൂതന്മാർ പാടി അർക്കുന്ന സ്വർഗീയ പിതാവിനെ ഞാനും പാടി സ്തുതിക്കും. ആ പാട്ട് എഴുതിയ ശേഷം 7-ാം ദിവസം എൻ്റെ വൈഫ് ബിന്ദുമോൾ ദൂതന്മാർ പാടി അർക്കുന്ന സ്വർഗീയ പിതാവിനെ പാടി സ്തുതിക്കുവാൻ യാത്രയായി. 2018 തന്നെ നിത്യതയെക്കുറിച്ചുള്ള ഒത്തിരിയേറെ സ്വപ്നങ്ങൾ ദൈവം ബിന്ദുമോൾക്ക് നൽകുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മകൾ ക്രിസ്റ്റിയോടും സ്വപ്നത്തിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടായി എന്ന്. മാരകമായ രോഗം ബാധിച്ച് വേദനപ്പെട്ട് കിടന്നെങ്കിൽ തന്നെയും ഒരു നിരാശയോടെ വാക്കുകളൊന്നും പറയാതെ കർത്താവിനുള്ള ധൈര്യത്തോടെ ആ മകള് പാട്ടെഴുതിയാണ് ഈ ലോകത്തിൽ നിന്നും യാത്രയായത്. ഒരു ദിവസം രാത്രിയിൽ ഞാനൊരു 8:45 ഒരു വീട്ടു പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വന്നു. അന്ന് എൻ്റെ വൈഫ് ബെഡ് റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 മാസം ആകുന്നു. ഞാൻ കയറി വരുമ്പോൾ കാണുന്നത് എന്തോ നോക്കി അവള് ചിരിച്ചുകൊണ്ട് കിടക്കുക. ഞാൻ ചോദിച്ചു, എന്താ ചിരിക്കുന്നത് എന്താ? അപ്പോൾ ഉടനെ അതിന് മറുപടിയായിട്ട് പറഞ്ഞത്, എനിക്ക് സന്തോഷം വരുമെന്ന് പറയുക. ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, കർത്താവേ, ശരീര സംബന്ധമായ വേദന ഉണ്ടല്ലോ, അതിനേക്കാൾ വലിയ വേദനയായിരിക്കുമല്ലോ മനസ്സിന്റെ വേദന, എങ്കിലും എന്താ ചിരിക്കുന്നത്? പെട്ടെന്ന് ഞാൻ എൻ്റെ മകൻ നോബിളിനെയും മകൾ ക്രിസ്റ്റിയെയും വിളിച്ചു. അവരും ഞങ്ങൾ 3 പേരും എടുത്തിരിക്കുമ്പോൾ വൈഫ് വളരെ എന്തോ കണ്ട് സന്തോഷത്തോട് ചിരിക്കുക. എന്നോട് ഇങ്ങനെ പറയുകയാണ്, സബിജി, എനിക്ക് പിടിച്ചിരുത്താൻ പറ്റുന്നില്ല. വലതു കൈ കൊണ്ട് അവൾ തന്നെ തൻ്റെ വാ പൊത്തിപ്പിടിച്ചു. എന്നോട് പറയാണ്, സബിജി, എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുകയാണ്, എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലെന്ന് പറയുക. ഞാനതേക്കുറിച്ച് ചിന്തിക്കുന്നത്, മാരകമായ രോഗം ബാധിച്ചെങ്കിൽ തന്നെയും ആ സമയത്തും സ്വർഗീയ പിതാവിലേക്ക് നോക്കി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന തൻ്റെ മകളെ ദൈവം തൻ്റെ ആത്മാവിനാൽ സന്തോഷിപ്പിക്കുകയായിരുന്നു എന്നാണ് ഞാനതേക്കുറിച്ച് വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു പാസ്റ്ററിന്റെ ഒരു പ്രസംഗം കേട്ടു. അത് കേട്ടപ്പോൾ എനിക്ക് വളരെയേറെ ദുഃഖമുണ്ടായി. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ വൈഫിന്റെ കാര്യം ചിന്തിച്ചു. കർത്താവ് എന്തിനു വേണ്ടി എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ഉള്ളത്തിൽ കേട്ട ഒരു ശബ്ദമാണ്: ശാസിക്കേണ്ട കാര്യങ്ങളെ ശാസിക്കുവാൻ കർത്താവ് കൃപ തരും, എന്നാൽ സഹിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് സഹിച്ചേ പറ്റൂ എന്നൊരു ദൈവശബ്ദം ഞാൻ എൻ്റെ ഉള്ളിൽ കേൾക്കുകയാണ്. ഇന്നത്തെ പ്രസംഗവേദികളിൽ കേൾക്കുന്ന ആവേശമല്ലല്ലോ യഥാർത്ഥ ക്രിസ്ത്യ ജീവിതം. സ്റ്റേജിൽ ഉള്ള ആത്മീയതയല്ല ഇന്ന് ജീവിതത്തിലുള്ളത്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു പിതാക്കന്മാരുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. അവരെന്താണോ പ്രസംഗിച്ചത് അത് തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ പിതാക്കന്മാരുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ലല്ലോ.
അങ്ങനെയുള്ള പ്രസംഗകർ ഇന്ന് വളരെ ചുരുക്കമാണ്. സ്വപ്നങ്ങളിൽ കൂടെ ദൈവം നമ്മോട് സംസാരിക്കും എന്നതിന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. BC 330 മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യ കീഴടക്കാൻ ഗ്രീസിൽ നിന്ന് പുറപ്പെട്ടു. യാത്രാമധ്യേ സൈന്യത്തിനുള്ള, അദ്ദേഹത്തിന്റെ വലിയൊരു സൈന്യം ഉണ്ടായിരുന്നു, ആ സൈന്യത്തിനുള്ള ഭക്ഷണ സാധനങ്ങൾ യാത്രാമധ്യേ തീർന്നുപോയി. അടുത്തുള്ള രാജ്യം ഇസ്രായേൽ എന്ന പേരുള്ള ആ രാജ്യമാണ്. അവിടെ ചെന്ന് ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കുവാൻ ചക്രവർത്തി ഒടുവിൽ തീരുമാനിച്ചു. അന്ന് ഇസ്രായേൽ രാജ്യം ഭരിച്ചിരുന്നത് ഓനിയാസ് എന്ന പേരുള്ള ഒരു മഹാപുരോഹിതനായിരുന്നു. അലക്സാണ്ടറിന്റെ ആവശ്യത്തെ ഓനിയാസ് പുരോഹിതൻ അദ്ദേഹം നിരാകരിച്ചു. കോപിഷ്ഠനായ ചക്രവർത്തി ഓനിയാസിനോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ മടങ്ങി വരുമ്പോൾ നിന്റെ കാര്യം നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അദ്ദേഹം പേർഷ്യയിലേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി. അലക്സാണ്ടർ പേർഷ്യ കീഴടക്കി മടങ്ങി വരുമ്പോൾ ഓനിയാസിനോടും ഇസ്രായേൽ രാജ്യത്തോടും പ്രതികാരം ചെയ്യുമെന്നും അലക്സാണ്ടറിന്റെ സൈനിക ശക്തിയുടെ മുമ്പിൽ ഇസ്രായേൽ തകർന്നു വീഴുമെന്നും അയൽ രാജ്യക്കാരൊക്കെ വിശ്വസിച്ചു. അലക്സാണ്ടർ ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഇസ്രായേൽ പരാജയപ്പെടുമെന്നും അവർ പ്രചരിപ്പിച്ചു. എന്നാൽ സംഭവിച്ച എന്താണെന്നറിയാമോ? പേർഷ്യ കീഴടക്കിയ ശേഷം മടങ്ങിയെത്തിയ അലക്സാണ്ടർ ചക്രവർത്തി സൈന്യ സമേതനായിട്ട് യെരുശലേമിന്റെ പടിവാതിക്കലെത്തി. മഹാപുരോഹിതനായ ഓനിയാസ് തന്റെ പുരോഹിത വസ്ത്രങ്ങൾ ധരിച്ച് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളും പ്രവചന ചുരുളുകളും കയ്യിലേന്തി ചക്രവർത്തി എതിരേറ്റു വന്നു. മഹാപുരോഹിതനെ കണ്ടുടനെ അലക്സാണ്ടർ ചക്രവർത്തി തന്റെ കുതിരപ്പുറത്തുനിന്ന് ചാടിയിറങ്ങി. ചക്രവർത്തി ഓനിയാസിനോട് ചോദിക്കുകയാണ്: ഞാൻ താങ്കൾക്ക് എന്താ ചെയ്തു തരേണ്ടത്? അതിന് ഓനിയാസ് പറഞ്ഞു: ഈ ദേശത്തിന്റെ ഭരണം താങ്കൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ശബത്ത് ആചരിക്കുന്നതിനുള്ള അനുവാദം തരണം. കാരണം ശബത്ത് എന്ന് പറയുന്ന യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. അത് ചെയ്യുവാനുള്ള അനുമതി തരണമെന്ന് ഒന്നാമത് പറയുകയാണ്. ഇനി എന്ത് വേണമെന്നുള്ള ചക്രവർത്തിയുടെ ചോദ്യത്തിന് ഓനിയാസ് മഹാപുരോഹിതൻ പറഞ്ഞു: യഹൂദന്മാരായ യുവാക്കളെ താങ്കളുടെ സൈന്യത്തിൽ അംഗങ്ങളാക്കണം. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സൈന്യത്തിൽ അംഗമാകുക എന്നുള്ളത് അക്കാലത്ത് ഒരു ഉന്നത പദവി തന്നെയായിരുന്നു. അതുകൊണ്ടാണ് പുരോഹിതൻ അങ്ങനെ ആവശ്യപ്പെട്ടത്. ഓനിയാസ് പുരോഹിതൻ ആവശ്യപ്പെടുന്നതെല്ലാം അലക്സാണ്ടർ ചക്രവർത്തി അനുവദിച്ചു കൊടുക്കുന്നത് കണ്ട് ഗ്രീസിന്റെ പടനായകന്മാർ അമ്പരന്നു പോയി. അപ്പോഴാണ് ചക്രവർത്തി തനിക്കുണ്ടായ ഒരു സ്വപ്നം, തലേന്ന് രാത്രി തനിക്കുണ്ടായ ഒരു സ്വപ്നം, ഒരു പ്രത്യേക സ്വപ്നം അവരോട് പറയുന്നത്. ഇന്നലെ രാത്രി എനിക്കുണ്ടായ ഒരു സ്വപ്നത്തിൽ ഈ ദൈവഭൃത്യൻ പുരോഹിത വസ്ത്രങ്ങൾ അണിഞ്ഞ് പുസ്തക ചുരുളുമായി എൻ്റെ മുമ്പിൽ ഇതേപോലെ നിൽക്കുന്നതാണ് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടത് എന്ന് ഈ ചക്രവർത്തി തൻ്റെ പടനായകന്മാരോട് പറയുകയാണ്. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഈ പുസ്തക ചുരുളുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിട്ടുമുണ്ടെന്ന് ഈ ചക്രവർത്തി തന്റെ പടനായകന്മാരോട് പറഞ്ഞു. തുടർന്ന് തിരുവഴുത്തിൽ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പ്രവചന വചനങ്ങൾ വായിക്കണമെന്ന് ഈ അലക്സാണ്ടർ ചക്രവർത്തി ഓനിയാസ് പുരോഹിതനോട് അപേക്ഷിച്ചു. ഓനിയാസ് പുരോഹിതൻ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ചില വചനങ്ങൾ അദ്ദേഹത്തെ വായിച്ച് കേൾപ്പിച്ചു. ഇത് കേട്ട ചക്രവർത്തി പുരോഹിതൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുക മാത്രമല്ല, തനിക്ക് വേണ്ടി യാഗം കഴിക്കുവാനുള്ള ആ സാമ്പത്തിക നന്മകളും ഈ ഓനിയാസ് പുരോഹിതന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അലക്സാണ്ടറിന്റെ സൈന്യത്തെ സഹായിക്കാതെ അപമാനിച്ചു വിട്ട ഓനിയാസ് പുരോഹിതനെയും ആ ഇസ്രായേൽ രാജ്യത്തെയും അലക്സാണ്ടർ ചക്രവർത്തി ആക്രമിക്കുമെന്ന് ഇസ്രായേലിന്റെ പരിപാലകൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ദൈവം ഒരു സ്വപ്നം ഈ ചക്രവർത്തി നൽകി അവന്റെ ഹൃദയത്തെ മാറ്റിമറിക്കുകയായിരുന്നു. തിരുവെഴുത്ത് പറയുന്നുണ്ട്: രാജാക്കന്മാരുടെ ഹൃദയം പോലും കർത്താവിന്റെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അവൻ അതിനെ തിരിക്കുന്നുവെന്ന് സദൃശ്യവാക്യം 21:1 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സർവശക്തനായ ദൈവം സ്വപ്നങ്ങളിൽ കൂടെ മനുഷ്യനോട് സംസാരിക്കുന്നു എന്നതിന് തിരുവെഴുത്തിലേറെ തെളിവുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഗെരാർ രാജാവായിരുന്ന അബിമേലെക്കിനോട് ദൈവം സ്വപ്നത്തിൽ സംസാരിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 20-3 കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിക്കാൻ ദൈവം സ്വപ്നത്തിൽ ലാബാനോട് ഇടപെട്ടുവെന്ന് ഉൽപ്പത്തി പുസ്തകം 31-24 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യാക്കോബ് കല്ല് തലയണയായിട്ട് വെച്ച് വനത്തിൽ കിടന്നുറങ്ങുമ്പോൾ കോവണിയിൽ കൂടെ സ്വർഗീയ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന സ്വപ്നത്തെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 28-12 കാണുന്നുണ്ട്. യോസഫിനുണ്ടായ സ്വപ്നങ്ങൾ ഉൽപ്പത്തി പുസ്തകം 37:5 നമുക്ക് കാണാം. പാനപാത്രവാഹകനും അപ്പക്കാരനും ഉണ്ടായ സ്വപ്നങ്ങളെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 40:8 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫറവോനുണ്ടായ സ്വപ്നങ്ങൾ ഉൽപ്പത്തി പുസ്തകം 41:1 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശലോമോൻ രാജാവിനോട് ദൈവം സ്വപ്നത്തിൽ സംസാരിക്കുന്നതായിട്ട് 1 രാജാക്കന്മാർ പുസ്തകം 13:5 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവിന്റെ ദൂതൻ യോസഫിനും സ്വപ്നത്തിൽ പ്രത്യക്ഷനായെന്ന് മത്തായി സുവിശേഷം 1:20
2-ാം അധ്യായം 13-19 വാക്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പീലാത്തോസിന്റെ ഭാര്യയ്ക്കുണ്ടായ സ്വപ്നം മത്തായി സുവിശേഷം 27-ാം അധ്യായം 19-ാം വാക്യം എന്നിങ്ങനെ ചില സ്വപ്നങ്ങൾ നമുക്ക് പുതിയ നിയമത്തിലും കാണാൻ കഴിയുന്നുണ്ട്. 5 ഇന്ദ്രിയങ്ങളും ബോധമനസ്സ്, ഉപബോധ മനസ്സ് എന്നിങ്ങനെ 2 അതീന്ദ്രിയ തലങ്ങളും മനുഷ്യനുണ്ട്. ഉറങ്ങുമ്പോൾ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും ബോധമനസ്സും വിശ്രമിക്കുകയാണ്. എന്നാൽ ആ സമയത്തും ഉപബോധ മനസ്സ് സജീവമാണ്. ഇപ്രകാരം സജീവമായിരിക്കുന്ന ഉപബോധ മനസ്സിലാണ് സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്. ബോധമനസ്സിൽ കണ്ടതോ സംസാരിച്ചതോ ചിന്തിച്ചതോ ആയ പല ആശയങ്ങളും അടിസ്ഥാനമാക്കി സ്വപ്നങ്ങൾ ഉണ്ടാകാം. എന്നാൽ ദൈവികമായ സ്വപ്നങ്ങൾ ബോധമനസ്സിലോ ഉപബോധ മനസ്സിലോ ഉണ്ടാകുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയെന്നോ ദൈവത്തെ നിഷേധിക്കുന്ന വ്യക്തിയെന്നോ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരായതുകൊണ്ട് തന്നെ ദൈവികമായ ഒരു തലം എല്ലാ മനുഷ്യരിലും, സകല മനുഷ്യരിലും അങ്ങനെ ഒരു തലമുണ്ട്. ആയതിനാൽ ഏതു മനുഷ്യനിലും ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. അലക്സാണ്ടർ ചക്രവർത്തിക്കുണ്ടായ സ്വപ്നവും ഈ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പീലാത്തോസിന്റെ ഭാര്യ പറയുവാൻ കാരണമായ ആ സ്വപ്നവും ഈ വിധത്തിലുണ്ടായ സ്വപ്നങ്ങൾ തന്നെയാണ്. തിരുവെഴുത്ത് പറഞ്ഞു, അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 17-ാം വാക്യമാണ് ഞാനിവിടെ പറഞ്ഞത്. ആത്മസാന്നിധ്യം നമ്മിലേക്ക് പകരപ്പെടുമ്പോൾ ആത്മീയമായ പല അനുഭവങ്ങൾ നമുക്കുണ്ടാകാം. അതിലൊന്നാണ് സ്വപ്നമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും നാം കാണുന്ന സ്വപ്നങ്ങളെല്ലാം ദൈവികമായിരിക്കണമെന്നില്ല. മുമ്പ് പറഞ്ഞതുപോലെ നാം പകലിൽ കണ്ടതോ സംസാരിച്ചതോ പ്രവർത്തിച്ചതോ ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെ വിവേചിക്കുവാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം സ്വപ്നങ്ങളിൽ കൂടെയും ദൈവം നമുക്ക് വെളിപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തട്ടെ. ദൈവം ഇന്നും സ്വപ്നങ്ങൾ കൂടെ കർത്താവ് സംസാരിക്കുന്നു.